റഷ്യ ഉക്രൈൻ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുതിൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഉക്രൈൻ തങ്ങൾക്ക് ഡോൺബാസ് പ്രദേശം വിട്ടു നൽകണമെന്നായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇതിനെ പിന്താങ്ങുകയും ചെയ്തു. എന്നാൽ ഡോൺബാസ് വിട്ടു നൽകുക എന്ന് പറയുന്നത് ഹൃദയഭേദകമാണെന്നും ജീവൻ കൊടുത്തും തങ്ങൾ അതിനെ സംരക്ഷിക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കിയും പറയുന്നു. ഇത്രമാത്രം ബിൽഡപ്പ് കൊടുക്കാനും മാത്രം, ഇത്രമാത്രം പ്രാധാന്യം വരാനും മാത്രം ഡോൺബാസ് പ്രദേശത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? എന്താണ് ഡോൺബാസിന് പിന്നിലുള്ള നിഗൂഢത? വാർത്തയിലേക്കൊരു സൂക്ഷ്മദർശിനിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ പൂർണ്ണതയ്ക്കായി CNN ന്യൂസ്, BBC ന്യൂസ്, അതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്നിവയെ ആശ്രയിച്ചിട്ടുണ്ട്. ആധികാരികവും സമഗ്രവുമായ വാർത്താ വിശകലനത്തിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഡോൺബാസ് എന്നത് ഡോണറ്റ്സ് ബേസിൻ, അതായത് ഡോണറ്റ്സ് താഴ്വര എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. കിഴക്കൻ ഉക്രൈനിലാണ് ഈ ഒരു പ്രദേശം. വളരെയധികം ധാതു സമ്പന്നമായ ഈ ഒരു പ്രദേശത്ത് കൽക്കരിയുടെ നിക്ഷേപം വൻതോതിൽ കണ്ടുവരുന്നു. ഈ ഒരു പ്രദേശം പണ്ടുകാലത്ത് ഖസാർ സാമ്രാജ്യം, മംഗോൾ സാമ്രാജ്യം എന്നിവയുടെ ഭാഗമായിരുന്നു. പിന്നീട് 1700കളുടെ അവസാനത്തിൽ ഇത് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. 19ാം നൂറ്റാണ്ടിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൽക്കരി ഖനനം വൻതോതിൽ ആരംഭിച്ചു തുടങ്ങിയത്. അങ്ങനെ അതിന് പ്രത്യേക കാരണമുണ്ടായിരുന്നു. ട്രെയിൻ, അതായത് റെയിൽവേ ലൈനുകൾ വ്യാപകമായി വന്നു തുടങ്ങിയത് ആ കാലത്തായിരുന്നു. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഈ ഒരു ഖനനത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്തു. ഇംഗ്ലീഷ് എഞ്ചിനീയറായിരുന്ന ജോൺ ഹ്യൂഗ്സ് 1869 ഇവിടെ ഒരു സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ യുസോവ്സ്ക് എന്നൊരു നഗരം രൂപപ്പെടുകയും അത് പിന്നീട് ഡോണറ്റ്സായി മാറുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ലുഹാൻസ്ക് എന്നൊരു മറ്റൊരു നഗരവും രൂപം കൊണ്ടു. 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം ഡോൺബാസ് പ്രദേശം ഉക്രൈൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായി മാറി. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ഈ പ്രദേശം പിടിച്ചെടുത്തെങ്കിലും പിന്നീട് സോവിയറ്റുകൾ അത് തിരിച്ചു പിടിച്ചു. യുദ്ധത്തിന് ശേഷം വൻ വ്യവസായ കേന്ദ്രമായി ഡോൺബാസ് പ്രദേശം മാറുകയും ചെയ്തു. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഈ ഡോൺബാസ് പ്രദേശം ഉക്രൈൻ്റെ ഭാഗമായി മാറി. എന്നാൽ വലിയൊരു വിഭാഗം ജനങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. അങ്ങനെ ഉക്രൈൻ്റെ ദേശീയതയും ആ റഷ്യൻ ഭാഷ അല്ലെങ്കിൽ റഷ്യൻ സ്വാധീനമുള്ള ജനതയും ചേർന്നപ്പോൾ ആ ഡോൺബാസ് പ്രദേശം ഒരു സംഘർഷ ഭൂമിയായി മാറി. 2014 ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൽ യൂറോ മൈതാൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നിരവധി വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. ഈ സമയത്ത് റഷ്യ ക്രൈമിയ പിടിച്ചെടുക്കുകയും അതിൻ്റെ ഭാഗമായുള്ള ഡോൺബാസിൽ ലുഹാൻസ് പീപ്പിൾ റിപ്പബ്ലിക്, അതുപോലെ ഡോണറ്റ്സ് പീപ്പിൾ റിപ്പബ്ലിക് ഈ രണ്ട് സംഘടനകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഉക്രൈൻ സർക്കാർ ഇതിനെ തീവ്രവാദ സംഘടനകളായി മുദ്രകുത്തി. അങ്ങനെ 2014 മുതൽ ഡോൺബാസ് പ്രദേശം ഒരു യുദ്ധഭൂമിയായി മാറി തുടങ്ങി. 2014 മുതൽ 2022 വരെ നീണ്ട ഡോൺബാസ് സംഘർഷങ്ങൾ പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധമായി മാറുകയും അങ്ങനെ 2022 ഫെബ്രുവരി 24 റഷ്യ നടത്തിയ വൻ ആക്രമണത്തോടു കൂടി അതിൻ്റെ തലം മാറുകയും ചെയ്തു. ഡോണറ്റ്സ് പീപ്പിൾ റിപ്പബ്ലിക്, അതുപോലെ ലുഹാൻസ് പീപ്പിൾ റിപ്പബ്ലിക് ഈ സംഘടനകളെ അംഗീകരിച്ചുകൊണ്ട് ഡോൺബാസിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ റഷ്യ യുദ്ധം ചെയ്യുമ്പോൾ തങ്ങളുടെ ഹൃദയഭൂമിയായ ഡോൺബാസിനെ ഒരിക്കലും വിട്ടു നൽകില്ലെന്ന് ഉക്രൈനും വാദിക്കുന്നു. അങ്ങനെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ഈ 2025ലും ഡോൺബാസ് പ്രദേശം തുടരുന്നു. എന്നാൽ ഡോൺബാസിലെ വൻ ധാതു നിക്ഷേപങ്ങളിലാണ് ഇരു രാജ്യങ്ങളുടെയും കണ്ണ് എന്നത് വിസ്മരിക്കാനാവില്ല. ഹരികൃഷ്ണൻ സിനിമയിൽ ഹരി എന്ന മമ്മൂട്ടി കഥാപാത്രത്തെയും കൃഷ്ണൻ എന്ന മോഹൻലാൽ കഥാപാത്രത്തെയും തമ്മിലടിപ്പിക്കുന്ന ജൂഹി ചൗളയുടെ നായിക കഥാപാത്രത്തോട് ഡോൺബാസ് പ്രദേശത്തെ നമുക്ക് ഉപമിക്കാൻ പറ്റും. സിനിമയിൽ പക്ഷേ ഹാപ്പി എൻഡിങ് ആയിരുന്നെങ്കിൽ ഇവിടെ രക്തച്ചൊരിച്ചിലുകളും യുദ്ധവും കലഹവും ജീവഹാനിയും ഒക്കെയാണ് ബാക്കി പത്രം എന്ന് മാത്രം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാർത്തയിലേക്കൊരു സൂക്ഷ്മദർശിനിയുടെ മറ്റൊരു ഭാഗമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.